ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരൻ, എൻ്റെ പേര് അച്ഛൻ പറഞ്ഞ പോലെ മനോജ് കുര്യൻ. എൻ്റെ വീട് കൂത്താട്ടുകുളമാണ്, എറണാകുളം ജില്ലയിലാണ്. എനിക്ക് അച്ഛൻ, അമ്മ, വീട്ടിലൊരു അനിയത്തിയുണ്ട്. ഞങ്ങൾ 4 പേരാണ് എൻ്റെ കുടുംബം. അപ്പോൾ ദൈവം ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്ന് പറയുന്നത് ദൈവം തന്ന എൻ്റെ ജീവിതത്തിൽ, കൊച്ചു ജീവിതത്തിൽ ദൈവം തന്ന അനുഗ്രഹങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എൻ്റെ ഉദ്ദേശം. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവും, ഞാൻ ജന്മന വികലാംഗനായിട്ടുള്ള ഒരാളാണ്. 2 കാലിനും നട്ടലിനും കുഴപ്പമുണ്ട്. 60% നമ്മൾ മെഡിക്കലി പറയുകയാണെങ്കിൽ 65% ലോക്കോമോട്ടോർ ഡിസബിലിറ്റി എന്ന് പറയും, നടക്കാനുള്ള ബുദ്ധിമുട്ട്, കാലുകളുടെ വൈകല്യം. അപ്പോൾ ദൈവം നമ്മുടെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്ന പോലെ ദൈവം സ്നേഹിക്കുന്നവർക്ക്, എൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം സകലം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. അങ്ങനെ ദൈവം നന്മയ്ക്കായി പരിണമിപ്പിച്ച ഒരു കൊച്ചു ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ് ഞാൻ പറയുക. അപ്പോൾ ഞാൻ ജനിച്ചത് നിങ്ങൾ പറഞ്ഞ പോലെ കൂത്താട്ടുകുളമാണ് എൻ്റെ വീട്. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ ആദ്യത്തെ കുട്ടിയായിട്ടാണ് ഞാൻ ജനിക്കുക. എനിക്കൊരു അനിയത്തിയുണ്ട്. അപ്പോൾ ജനിച്ചപ്പോൾ തന്നെ, ജനിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അറിയായിരുന്നു. സ്കാൻ ചെയ്തപ്പോൾ കൊച്ചിന് കാലിന് ചെറിയ കുഴപ്പമുണ്ടെന്ന്. പക്ഷേ ജനിച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവുന്നത്. 2 കാലുകൾക്കും കുഴപ്പമുണ്ട്, നടക്കത്തില്ല, നട്ടലിന് നല്ല വളവുണ്ട്. അപ്പോൾ ഞാൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയുടെ ഡെലിവറി എടുത്ത ഡോക്ടർ തന്നെ പറഞ്ഞു, ഈ കൊച്ചൊരു 6 മാസം അതിൽ കൂടുതലൊന്നും ജീവിക്കാൻ ചാൻസ് ഇല്ല എന്നുള്ള ഒരു രീതിക്കാണ് പറഞ്ഞത്. എന്നാലും എൻ്റെ അപ്പനും അമ്മേനെ സന്തോഷവും സ്വീകരിച്ചു, വീട്ടിൽ കൊണ്ടുവന്നു, നോക്കി വളർത്തി. എല്ലാ ബന്ധുക്കളും അങ്ങനെ ആരും നമ്മളെ ചെറുപ്പത്തിലെ കുടുംബത്തിൽ നിന്ന് ആരും മാറ്റി നിർത്തിയിട്ടില്ല. എല്ലാവരും വളരെ സന്തോഷത്തോടെയൊക്കെയാണ് എന്നെ സ്നേഹിക്കുകയും എൻ്റെ കാര്യങ്ങൾ നോക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു 5-6 വയസ്സായപ്പോഴത്തേക്കുമാണ് സ്കൂളിൽ പോകണം, പഠിക്കണം, ബാക്കിയുള്ള കുട്ടികളെ പോലെ പഠിക്കണം, സ്കൂളിൽ പോകണം എന്ന് ചിന്തിക്കുക. അപ്പോൾ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ പോകാനായിട്ട് ആദ്യൊരു 2-3 ക്ലാസ് വരെ നമ്മൾ അച്ഛനും അമ്മയും കൊണ്ടുവിടും, പിന്നെ നമ്മൾ തന്നെ പോകേണ്ടി വരും. അപ്പോൾ ഞാനൊരു സാധാരണ ഗവൺമെൻറ് മലയാളം മീഡിയം സ്കൂളിലാണ് പഠിച്ചത്. ഉപ്പുകണ്ടം എന്നായിരുന്നു, ഗവൺമെൻറ് UPS ഉപ്പുകണ്ടം. അപ്പോൾ അവിടെ കൊണ്ട് എന്നെ അച്ഛനും അമ്മയും വീടും, അവിടെ ഇരിക്കും. 2-3 വീൽ ചെയറിലാണ് അതിലേക്കിടയ്ക്ക് നടക്കുക. അങ്ങനെ 1 മുതൽ 10 വരെ വലിയ കുഴപ്പമില്ലാണ്ട് മലയാളം മീഡിയത്തിൽ തന്നെ പഠിച്ച് പോയി. അതിനുശേഷം പിന്നെ +1 +2 കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യമേ ചെറുപ്പത്തിലുള്ളൊരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ഈ മുട്ടുകുത്തിയൊക്കെ നടക്കുന്നതുകൊണ്ട് അത്യാവശ്യം നമുക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി, അങ്ങനെ ഒരു ജോലി പഠിച്ച് മേടിക്കണമെന്ന് മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനുശേഷം 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ദൈവം അനുഗ്രഹിച്ച് വലിയ കുഴപ്പമില്ലാണ്ട് മാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും സാധാരണ അന്ന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്ന സയൻസ് ഗ്രൂപ്പിനാണ്. എല്ലാവരും സയൻസിന് പോകുന്നു. അങ്ങനെ ഒരു ഒഴുക്ക് വെച്ച് ഞാനും ആ സയൻസ് ഗ്രൂപ്പിന് എടുത്ത് സെലക്ട് ചെയ്ത് പോയി. ദൈവം അനുഗ്രഹിച്ച് കിട്ടി. അങ്ങനെ +1 +2 എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മുട്ടുകുത്തി നിന്നാണ്, നിങ്ങളിപ്പോൾ കണ്ടു, ഞാൻ മുട്ടുകുത്തിയാണ് നടന്നു വരിക. അപ്പോൾ മുട്ടുകുത്തി +1 +2 ആണെങ്കിൽ പ്രാക്ടിക്കൽ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ മുട്ടുകുത്തി നിന്ന് ബാക്കിയുള്ള കുട്ടികൾ നിന്ന് ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും മുട്ടുകുത്തി നിന്നൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പ്രത്യേകിച്ച് +1 +2 പ്രാക്ടിക്കൽസ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, മാർക്ക് കുറവായിരുന്നു. +2 ഏറ്റവും ലാസ്റ്റ് എനിക്ക് 5 A 1 A+. ഇങ്ങനെ വലിയ മാർക്കൊന്നും ഉണ്ടായില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ +1 +2 പാസ്സായി. അപ്പോൾ ദൈവം നമുക്ക്, എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചൊരു കാര്യമാണ്, നമ്മുടെ എല്ലാ കാര്യത്തിലും ദൈവത്തിൻ്റെ ഒരു ഇഷ്ടത്തോടെ നമ്മൾ ചോദിക്കുക. നമുക്കൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ, നമ്മൾ എല്ലാവർക്കും ഉണ്ടാവും. നമുക്ക് ഇത് നമ്മുടെ ജീവിതത്തിൽ എന്ത് ഡിസിഷൻ, ഇപ്പോൾ ഒരു പ്രൊഫഷനാണെങ്കിൽ തന്നെ എഞ്ചിനീയറിംഗ് പോകണം, മെഡിസിന് പോകണം. അപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഞ്ചിനീയറിങ്ങിന് പോകണം എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക്. ഇപ്പം ഞാൻ അങ്ങനെയാണ് +2 ആദ്യമായിട്ടൊരു ധ്യാനത്തിന് പോകുന്നത്. ഞാൻ അസീസിയിലാണ്, പാല അസീസിയിലാണ് +2 ആദ്യമായിട്ട് ധ്യാനത്തിന് പോവുക. അസീസി പോയി ധ്യാനം കൂടിയപ്പോൾ അവിടെ കൗൺസിലിൽ നിന്ന ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞു, കൊച്ചിനെ ദൈവം ഡോക്ടർ ആവാനായിട്ടാണ് വിളിക്കുക, മെഡിസിന് പോകാനായിട്ടാണ് വിളിക്കുക. അപ്പം ഞാൻ ഓർത്ത്, ദൈവം ഒരു കാരണവശാലും എനിക്ക് പറ്റുന്ന ഒരു കാര്യമല്ല. +1 +2 തന്നെ കഷ്ടപ്പെട്ടാണ് പാസ്സായത്. ഒരിക്കലും പറ്റുന്ന ഒരു പരിപാടിയല്ല ഡോക്ടർ ആവാൻ പോകുക എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു, തീർച്ചയായിട്ടും എൻട്രൻസ് എഴുതണം. അപ്പോൾ +1 +2 കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമ്മൾ ഒരു എൻട്രൻസ് അങ്ങ് എഴുതി. നമുക്കറിയാം, നീറ്റ് UG എന്ന് പറഞ്ഞ എക്സാമാണ് നമ്മൾ എഴുതുക. അതെഴുതി നല്ല നില പൊട്ടി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ധ്യാനത്തിന് പോകുന്നത്. ധ്യാനം കഴിഞ്ഞിട്ട്
തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാനൊരു വർഷം ഇരുന്ന് പഠിച്ചിട്ട് ഒന്നുകൂടെ എൻട്രൻസ് എഴുതാൻ പോകാമെന്ന്. എൻ്റെ പേരൻസിനൊക്കെ കുറച്ച് ഒരു ബുദ്ധിമുട്ട് തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത്ര വലിയ മാർക്കും ഇല്ല, അത്ര വലിയ പഠിത്തമുള്ള കൊച്ചിനല്ല. അതുപോലെ തന്നെ നടക്കാനും ബുദ്ധിമുട്ടുണ്ട്. ഇവന് എടുക്കുന്ന മണ്ടത്തരാന്ന് ഒരു എല്ലാവർക്കും തന്നെ തോന്നി. എന്നാലും ദൈവം അനുഗ്രഹിച്ച് ദൈവം ഒരു നിശ്ചയം തന്നു. ഇപ്പം ഞാൻ ഓർത്തത്, ദൈവം നമ്മുടെ ഇഷ്ടത്തെക്കാൾ കൂടുതൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചിലപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വഴി നല്ലതാണോ ചീത്തയാണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ദൈവം നമ്മളോടൊരു ഇഷ്ടം പറയുകയാണെങ്കിൽ അതിന് ദൈവം നമുക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിന്നെ ആ വഴി നമുക്ക് സമാധാനമായിട്ട് പോവാൻ, അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷനിൽ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും എന്നൊരു ചിന്തയായിരുന്നു എനിക്ക് അന്നുണ്ടായത്. അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞ് ഒരു വർഷം ഞാൻ നീറ്റ് എഴുതാനായിട്ട് റിപ്പീറ്റ് ചെയ്യാനായിട്ട് ഒരിടത്തും പോയി പഠിക്കാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് ഞാനൊരു ഇടത്തരം കുടുംബത്തിൽ ജനിച്ച ആളാണ്. അപ്പോൾ ഒരു വർഷത്തെ ഫീസ് കൊടുത്ത് അങ്ങനെ നീറ്റ് പോയി പഠിക്കാനുള്ള ഹോസ്റ്റൽ ഫീ കൊടുക്കാനുള്ള ഒരു കഴിവൊന്നും ഒന്നില്ല. അപ്പൊ ഞാനോർത്തൊരു ദൈവമാണല്ലോ ഡോക്ടർ ആവാനായിട്ട് നീറ്റ് എഴുതാനായിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചാൽ പോരെ, എവിടെ ഇരുന്ന് പഠിച്ചാലും ദൈവം തരാനുള്ളതാണെങ്കിൽ തരും എന്ന് വിചാരിച്ച് ഞാൻ പ്ലസ് 1 പ്ലസ് 2 വരെ പുസ്തകം അത്യാവശ്യം 2-3 ഗൈഡുകളൊക്കെ വാങ്ങിച്ച് വീട്ടിലിരുന്ന് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ വീട്ടിലിരുന്ന് പഠിച്ചു, ഒരു വർഷം തലകാരിയായിട്ടൊന്നും പഠിച്ചില്ല. അത്യാവശ്യം പറ്റുന്ന രീതിയിലൊക്കെ പഠിച്ചു, കുറെ കുഴപ്പി. എന്നാലും അവസാനം ഒരു വർഷം എൻ്റെ എക്സാം എഴുതി. എക്സാം കുറച്ച് ടഫായിരുന്നു. അപ്പൊ ഞാൻ ഓർക്കുന്ന തവണ എഞ്ചിനീയറിംഗിലെങ്കിലും കിട്ടിയാൽ മതി. രണ്ടും എഴുതിയിട്ടുണ്ടായിരുന്നു, മെഡിസിനും എഴുതി എഞ്ചിനീയറിംഗ് എഴുതി. അപ്പൊ എഞ്ചിനീയറിംഗിലെങ്കിലും കിട്ടിയാൽ മതി, അത് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും പോകാം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ സർപ്രൈസ്ഡ് ആയിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് പോസ്റ്റിംഗ് MBBS കർത്താവ് തന്നനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇത് പറയുമ്പോ ഇത് വലിയ സംഭവമാണെന്ന് നിങ്ങൾക്ക് തോന്നത്തില്ല. കാരണം എന്തോരം പേര് മെഡിസിന് പോകുന്നു, എന്തോരം പേർക്ക് സീറ്റ് കിട്ടുന്നു. പക്ഷെ 6 മാസം കൂടുതൽ ജീവിക്കത്തില്ല, മുട്ട കഴിഞ്ഞ് നടക്കത്തേ ഉള്ളൂ, പ്ലസ് 1 പ്ലസ് 2 പാസ്സാവത്തില്ല എന്ന് വിചാരിച്ചിരുന്ന എല്ലാവരും വിധി എഴുതിയ ഒരാൾക്ക് ദൈവം മെഡിസിൻ എഴുതിയിട്ട് കൊടുക്കുമ്പോൾ അത് വലിയൊരു കാര്യമാണ്. അങ്ങനെ ദൈവം അനുഗ്രഹിച്ച് മെഡിസിന് സീറ്റ് കിട്ടി. ഈ വികലാംഗർക്ക് മെഡിസിനിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാവും. നിങ്ങളൊക്കെ ഇപ്പം എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ ആരെങ്കിലും വികലാംഗരായിട്ടുള്ളവരുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അപ്പം നമ്മള് ബാക്കിയുള്ളവർക്ക് ആണെങ്കിൽ അങ്ങനെയൊന്നും വേണ്ട. സാധാരണ 2 കാര്യം നടക്കുന്നവർക്ക് കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ വേണ്ട. പക്ഷെ വികലാംഗരായിട്ട് ഒരാൾ ഒരു മെഡിസിനൊരു സീറ്റ് ചേർന്ന് കഴിയുമ്പോൾ ഒരു ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാവണം. അപ്പൊ അങ്ങനെ ഒരു ഫിസിക്കൽ ടെസ്റ്റിന് ഞാൻ ട്രിവാൻഡ്രത്ത് മെഡിക്കൽ കോളേജിൽ പോവുകയാണ്. അപ്പൊ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നതിന് മുമ്പ് ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാവും. ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായപ്പോൾ അവിടുത്തെ നമ്മുടെ സാങ്ഷൻ തരുന്ന കൗൺസിൽ എന്നെ ഒരിക്കലും സ്വീകരിക്കത്തില്ല, ഈ കൊച്ചിനെ മെഡിസിനെ ഡോക്ടറാക്കാൻ സമ്മതിക്കത്തില്ല എന്നൊരു നിലപാടെടുത്തു. കാരണം അവർ പറയുന്നില്ല, അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ശരിയാണ്, അവർ കണ്ടപ്പം നിങ്ങളിപ്പം എന്നെ കണ്ട രീതി തന്നെയാണ്, മുട്ടുകുത്തി ആണ് ഞാൻ അങ്ങ് കയറിച്ചിട്ടുള്ളത് ഈ കൗൺസിലിൽ നിന്ന്. അപ്പം നിങ്ങൾ ഒരു ആശുപത്രി ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഒരു നല്ലൊരു തിരക്കുള്ള ആശുപത്രിയാണെങ്കിൽ ഒരു പേഷ്യന്റ് ഒരു ആക്സിഡന്റ് ഉണ്ടായാലും, ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു ഒരു പേഷ്യന്റ് വരുമ്പോൾ എമർജൻസി ആയിട്ട് ആ പേഷ്യന്റ് ഡീൽ ചെയ്യേണ്ടി വരും, എമർജൻസി ആയിട്ട് അതിനെ മാനേജ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് നല്ല കഴിവ് വേണം. നമ്മൾ ചട്ടപ്പടാന്ന് കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ എടുത്ത് ഇങ്ങനെ കസേര കയറി ഇരുന്ന് അതിന്റെ മുകളിൽ കയറി അങ്ങനെ ഒരു സ്പീഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഒരു വർഷം ഞാൻ പ്ലസ് 2 കഴിഞ്ഞിട്ട് ഒരു വർഷം ഇരുന്നിരുന്ന് പഠിച്ചിട്ട് അവസാനമായിട്ട് ലാസ്റ്റ് കിട്ടത്തുമില്ല എന്നുള്ള അവസ്ഥയിലാണ് നിങ്ങള് മാതാവിനെ സ്നേഹിക്കുന്നവരാന്ന് എനിക്കറിയാം. ഞാനും ചെറുപ്പത്തിൽ എൻ്റെ രണ്ടാമത്തെ അമ്മ ഞാൻ പറയും, മാതാവാണ് എൻ്റെ അമ്മ. ഈശോയുടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് സാധിച്ചു തന്നത് അമ്മയാണ്, മാതാവാണ്. അപ്പൊ ഞാൻ അവിടെ ഇരുന്നത്, ഇപ്പൊ ഞാൻ ഇവര് പറഞ്ഞു നിങ്ങൾക്ക് പറ്റത്തില്ല, നിങ്ങൾ പൊക്കോളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞാൻ ജസ്റ്റ് പുറത്തിറങ്ങി അവിടെ കസേര ഇരുന്നിട്ട് ഞാൻ കൊന്ത കെട്ടി. എനിക്ക് അപ്പോഴും അങ്ങനെ തോന്നി ഇതൊരു കൊന്ത കെട്ടാനായിട്ട്. അവിടെ ഇരുന്ന് ഞാനൊരു കൊന്ത കെട്ടി. ആ കൊന്ത കെട്ടി തീർന്ന് 4ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് എന്നെ അവർ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, മോളിൽ നിന്ന് ഞങ്ങൾക്കൊരു നമുക്കറിയാം ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ DME എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിലാണ് നമ്മുടെ മെഡിസിനിൽ ചെയ്യുന്നത്. അപ്പോൾ ഡയറക്ടറുടെ ഉത്തരവുണ്ട്. ഡയറക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ വികലാംഗരാന്ന് നമുക്ക് തള്ളാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് സീറ്റ് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സാങ്ഷൻ ചെയ്ത് വിടുകയായത്. അങ്ങനെയാണ് അത്ഭുതകരമായിട്ടാണ് ദൈവം അങ്ങനെ മെഡിസിന് സീറ്റ് കിട്ടിയത്. ഹല്ലേലൂയ,
മെഡിസിന് സീറ്റ് കിട്ടിക്കഴിഞ്ഞ് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ആദ്യ സീറ്റാണ് കിട്ടിയത്. ദൈവം അനുഗ്രഹിച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മുതലാണ് ഓരോരോ സഹനങ്ങൾ. ദൈവം നമുക്കൊരു നമ്മളെ കൈ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ഒരിക്കലും നിരപ്പായ വഴി കൂടെ ആയിരിക്കത്തില്ല നടക്കുന്നത്. പലപ്പോഴും കല്ലും മുള്ളും, ഇപ്പൊ ഈ പറയും പണ്ടത്തെ സിനിമയിലൊക്കെ പറയുന്ന കല്ലും മുള്ളും താണ്ടി വന്നവരാന്ന് പറയുന്നത് കല്ലും മുള്ളും ഒക്കെ ഉള്ള വഴികളിലേക്കാണ് നമ്മൾ നടക്കുന്നത്. ഒരിക്കലും നിരപ്പായ സുഖമായിരിക്കത്തില്ല ദൈവത്തിലൂടെയുള്ള യാത്ര. പക്ഷെ ഏറ്റവും വലിയൊരു കഴിയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മളെ ഒരിക്കലും വിടത്തില്ല. നമ്മൾ കുഴഞ്ഞു എന്ന് പറഞ്ഞ് ഇരുന്ന് പോയാൽ ദൈവം നമ്മളെ എടുത്തുകൊണ്ട് ആ വഴികളെ പോകും. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പൊ ഫസ്റ്റ് ഇയർ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു സാധാരണ ഈ മെൻസ് ഹോസ്റ്റൽ, ഈ കുട്ടികളുടെ ഹോസ്റ്റലിൽ താമസിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം കോമൺ ബാത്റൂം ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ഒരു വീട് തപ്പി, ഒരു ഹോസ്റ്റൽ സൗകര്യം തപ്പി നടക്കുമായിരുന്നു. അങ്ങനെ നടന്ന് നമുക്ക് വലിയ സാമ്പത്തികവും ഇല്ല, അപ്പൊ അത്യാവശ്യം പറ്റുന്ന രീതിയിലുള്ള ഒരു ഹോസ്റ്റൽ കിട്ടണം. അങ്ങനെ നടന്ന് കണ്ടുപിടിച്ചത് എനിക്ക് അവസാനം കിട്ടിയത് ഈ അതിരമ്പുഴ അടുത്തുള്ള ഒരു ഹോസ്റ്റൽ, ഈ യൂണിവേഴ്സിറ്റിയിലെ പിള്ളേരൊക്കെ പഠിക്കുന്ന ഒരു ഹോസ്റ്റലാണ്. അപ്പൊ ആ ഹോസ്റ്റൽ എന്ന് പറയുന്നത് 3-ാം നിലയാണ്. എന്റെ റൂം 3-ാം നിലയാണ്. സാധാരണ 2 കാലുള്ളവന്മാര് തന്നെ അത് 3-ാം നില രാവിലെയും വൈകിട്ടും ഒരു 4-5 തവണ കയറി ഇറങ്ങുമ്പോഴത്തേക്കും എന്റെ ബുദ്ധിമുട്ടും. എനിക്കാണെങ്കിൽ ചെറുപ്പം മുതൽ ആസ്മയുണ്ട്, കയറാൻ വയ്യ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്കിത് മാത്രമേ കിട്ടുന്നുള്ളൂ, വേറെ ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ആ റൂം എടുത്തു. വലിയ വാടകയൊന്നുമില്ല, ചെറിയ വാടകയുള്ളൂ. റൂം എടുത്തു. സത്യം എന്ന് പറയട്ടെ, ഞാൻ ചെറുപ്പം മുതലേ ആസ്മയ്ക്ക് കണ്ടമാനം ബുദ്ധിമുട്ടുന്ന ആളാണ്. ഒരുപാട് ഇൻഹേലർ എടുത്തിട്ടുണ്ട്, ഒരുപാട് ഗുളികകൾ കഴിച്ചിട്ടുണ്ട്. എന്ത് കഴിച്ചാലും എനിക്ക് പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി, ഈ ആസ്മയം വെച്ചോണ്ട് ഈ 3-ാം നില കയറി ജീവിക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല. ഞാൻ പോകുന്ന വഴിക്ക് ഡെഡാവും, മരിച്ചു പോകും. ഇപ്പൊ ഒരു ദിവസം 4-5 തവണയെങ്കിലും ഞാൻ കയറി ഇറങ്ങേണ്ടി വരും. കോളേജിൽ പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ പിന്നെ എന്തെങ്കിലും ഫുഡ് കഴിക്കാപ്പോൾ ഫുഡൊക്കെ പുറത്തുനിന്നാണ് അത് കഴിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ തിരിച്ചു കയറുമ്പോൾ. അപ്പൊ ബാഗൊക്കെ ചുമന്നുകൊണ്ട് വേണം കയറാനായിട്ട്. അപ്പൊ ഞാനൊരു തീരുമാനം എടുത്തു. കർത്താവിനോട് ഞാൻ പറഞ്ഞു, കർത്താവേ, ഇന്ന് പോലെ എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ വരും രാവിലെ. എനിക്ക് വലിയ ആസ്മ എന്നൊരു സംഭവം ഉണ്ടാവും. നിങ്ങൾക്ക് ആസ്മ ഉള്ളവർക്ക് മനസ്സിലാവും. നമുക്ക് ആസ്മ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് ശ്വാസം വലിച്ച് നമ്മുടെ നെഞ്ചൊക്കെ കഴക്കും. നമുക്ക് ബാക്കി എന്തെങ്കിലും പരിപാടിയാണെങ്കിൽ നമുക്ക് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്ത്, ഇപ്പൊ നമ്മുടെ കൈ കൊണ്ട് നമ്മൾ എന്തെങ്കിലും പരിപാടി ചെയ്യാം, കാല് കൊണ്ട് എന്തെങ്കിലും പരിപാടി ചെയ്യാം, ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. നമുക്ക് ശ്വാസം വലിക്കാൻ നിർത്താൻ പറ്റുമോ? നമുക്ക് ശ്വാസം വലിച്ച് ഏറ്റവും ലാസ്റ്റ് നമ്മൾ നെഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിക്കാൻ നിർത്താൻ പറ്റത്തില്ല. അങ്ങനെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ് ഈ ആസന എന്ന് പറയുന്നത്. അപ്പൊ ഞാനൊരു തീരുമാനം എടുത്തു, കർത്താവേ, ഞാൻ എല്ലാ ദിവസവും ഇനി ഒരു പള്ളിയിൽ വരും. പക്ഷെ എനിക്ക് ഇനി വലിവുണ്ടാകരുത്, അല്ലെങ്കിൽ ഈ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് ഞാൻ പോകേണ്ടി വരും. അത്ഭുതം എന്ന് പറയട്ടെ, അതിന്റെ പിറ്റേ ദിവസം മുതൽ ഇന്നേ വരെ, ഈ നിമിഷം വരെ ആസ്മ എന്നൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ. അന്ന് മുതൽ പള്ളി പോക്ക് തുടങ്ങി. എല്ലാ ദിവസവും ഒന്നും പോകാൻ പറ്റിയെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ പറ്റുന്ന ദിവസങ്ങളൊക്കെ പോയിട്ടുണ്ട്. കർത്താവ് അതൊക്കെ ക്ഷമിച്ച് അന്നേ മുതൽ നമ്മള് വിശ്വസ്തരല്ലെങ്കിലും കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ നേരിട്ടെങ്കിലും പക്ഷെ എനിക്ക് നടന്നിട്ടില്ല. പക്ഷെ കർത്താവ് അതിലൊരു കുറവും വരുത്തിയില്ല. അന്ന് മുതൽ ആസ്മ എന്നൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഒന്ന്, നിങ്ങളുടെ അടുത്ത് ഞാനിത് പറയുന്നത് ഇപ്പൊ ആസ്മയ്ക്ക് ചികിത്സിക്കാൻ അറിയുന്ന ഒരു ഡോക്ടറായിട്ടാണ്, മനസ്സിലായത്. അപ്പോ അങ്ങനെ ഫസ്റ്റ് ഇയർ വലിയ കുഴപ്പമില്ലാണ്ടങ്ങ് പോകുന്ന സമയത്ത് ആണ് ഈ കയറ്റോ സ്റ്റെപ്പോ കയറി ഇരിക്കുന്ന സമയത്ത് എന്റെ കാല്, നിങ്ങളിപ്പോ ഒരു പൊതി പോലൊരു സാധനം എന്റെ കാലിൽ കിടക്കുന്നതാണ്. ഇതൊരു ബൾസ എന്ന് പറയും, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ മുട്ടിന്, കൈയുടെ മുട്ട്, കാലിന്റെ മുട്ട്, അതിന് ഫ്രിക്ഷൻ കുറയ്ക്കാൻ, വിയർ ആൻഡ് ടിയർ കുറയ്ക്കാനായിട്ട് ഒരു ബലൂൺ പോലത്തെ, ഒരു ഫ്ലൂയിഡ് നിറച്ച ബലൂൺ പോലത്തെ ഒരു സംഭവമുണ്ട് നമ്മുടെ മുട്ടിൽ. നിങ്ങളെല്ലാവരുടെയും മുട്ടിലുണ്ട്. അപ്പൊ അത് നിങ്ങളുടെ മുട്ടിലുള്ളതുകൊണ്ടാണ് നിങ്ങളുടെ കാല് മുട്ട് മടക്കവും നിവർത്തുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിയർ ആൻഡ് ടിയർ, തേയ്മാനം ചെറുപ്പത്തിൽ ഉണ്ടാവാത്ത, വയസ്സാകുമ്പോൾ ഉണ്ടാവും, ചെറുപ്പത്തിലെ തേയ്മാനം നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. അപ്പൊ അങ്ങനെ ഒരു ബലൂൺ നിറച്ച, ഒരു വെള്ളം നിറച്ചൊരു ബലൂൺ പോലത്തെ സാധനം നിങ്ങളുടെ എല്ലാവരുടെയും മുട്ടിലുണ്ട്. ഞാനിങ്ങനെ മുട്ടുകൂത്തി നടന്ന് ആ ഒരു വെള്ളം നിറച്ച ബലൂൺ പോലെയുള്ള ആ സാധനം, പൈസ എന്ന് പറയുന്നത്, അതിലേക്ക് മുഴുവൻ ബ്ലഡ് വന്ന് അടിഞ്ഞു കൂടി. അതിപ്പം ഇപ്പോഴും കാലുണ്ട്, 2 ലിറ്റർ ബ്ലഡ് ഉണ്ട് ഇപ്പൊ ഇതിൽ. ഇത് നിങ്ങൾ ഈ കാണുന്ന സാധനം എന്ന് പറയുന്നത് 2 ലിറ്റർ ബ്ലഡ് നിറച്ച ഒരു ബലൂൺ പോലത്തുള്ള സാധനം. ഞാൻ അഴിച്ചു കാണിച്ചാൽ നിങ്ങൾക്ക് വലിയ ഇഷ്ടപ്പെടത്തില്ല, അതുകൊണ്ടാണ് ഞാൻ അഴിക്കാതിരിക്കുന്നത്. ബൈസൈറ്റിസ് എന്ന് പറയുന്നത് ഈ രോഗം. അപ്പൊ അങ്ങനെ ഒരു സംഭവം തുടങ്ങി. അപ്പൊ എനിക്ക് കാല് കുത്താൻ പാടില്ല. ഞാനിപ്പോ നിങ്ങൾ കണ്ടു, ഒരു കൈയും ഒരു മുട്ടും ഒരു കാലിന്റെ പാദവും കുത്തിയിട്ടാണ് ഞാൻ നടക്കുക. എനിക്കപ്പം അങ്ങനെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഭയങ്കര വേദന, പുറാനേ പാടില്ല കാലിൽ. അങ്ങനെ ഒരു 2 മാസം ഞാൻ ഏകദേശം 2 മാസം ഒരുമിച്ചല്ല,
പറ്റുന്ന ദിവസമൊക്കെ വേദനയില്ലാത്ത ദിവസമൊക്കെ കോളേജിൽ പോകും. 2 മാസം ഒരുമിച്ച് ഞാൻ ലീവ് എടുക്കും, ഏകദേശം ഞാൻ ലീവ് എടുക്കേണ്ടി വരും. പിന്നെ നിങ്ങൾക്കറിയാം, നിങ്ങൾ മെഡിസിന് പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, നമുക്ക് ബോഡിയൊക്കെ കീറേണ്ടി വരും. ഡെഡ് ബോഡീസ് നമുക്ക് ഡിസെക്ഷൻ എന്ന് പറയും. ഡെഡ് ബോഡി ഡിസെക്ഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി. നമ്മൾ ബോഡി കീറി എല്ലാ അവയവങ്ങളും നോക്കി പഠിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പൊ ഇതില് നല്ല ഹൈറ്റ് ഉള്ള ടേബിളിലൊക്കെ ആയിരിക്കും നമുക്ക് ബോഡി വയ്ക്കുക. അപ്പൊ എനിക്ക് ഒട്ടും ഹൈറ്റ് ഇല്ല. അപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ, ഞാനൊരു സ്റ്റൂൾ എടുത്ത് അതിന്റെ മുകളിൽ മുട്ടുകുത്തി നിന്ന് അങ്ങനെ ഒരു 4-5 മണിക്കൂർ നമ്മൾ ഒറ്റയടിക്ക് നിൽക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് ഞാൻ ഡിസെക്ഷൻ, നമ്മുടെ ബോഡി കീറുന്ന പരിപാടിയൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ നിൽക്കുന്നതിന്റെ ഇങ്ങനെ ഈ സ്റ്റെപ്പ് കയറുന്നതിന്റെ ഫലമായിട്ട് ഇങ്ങനെ ഒരു ബൈസൈറ്റിസ്, ഇതിന്റെ അകത്തേക്ക് ഫുള്ള് ബ്ലഡ് വന്ന് നിറഞ്ഞ് നമുക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥ, പെയിനുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു. അപ്പോഴും ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അപ്പൊ ഞാൻ ഓർത്തു, നമ്മളെല്ലാവരും പോലെ ഓർത്തു, കർത്താവ് എപ്പോഴും എനിക്കൊരു സംശയം തോന്നി തുടങ്ങി, ദൈവം പറഞ്ഞിട്ടാണോ ഞാൻ ഈ കോഴ്സിലേക്ക് വന്നത്? ഞാൻ ഒരിക്കലും എന്നെ ഡോക്ടർ ആക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ എപ്പോഴും ദൈവത്തോട് പറഞ്ഞ, ദൈവം എനിക്ക് ഇഷ്ടമുള്ള ഒരു കോഴ്സിലേക്ക് എന്നെ വിടണം, എനിക്കത് സമാധാനത്തോടെ ചെയ്യാൻ പറ്റുന്ന ജോലിയായിരിക്കണം, അത്ര മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു, ദൈവത്തിന് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കോഴ്സിലേക്കാണോ എന്നെ വിട്ടേക്കുന്നത്, എനിക്ക് വലിയ തെറ്റും പറ്റിയതാണ്, നോക്കി പോയാലൊക്കെ ഒന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഞാനപ്പോ ഡോക്ടേഴ്സിനെ കാണിച്ചു. എന്റെ പ്രോസസ്സ് തന്നെ നോക്കുന്നു. പ്രോസസ്സിനെ കാണിച്ചു, ഒരു ഓപ്പറേഷൻ ചെയ്യാനുള്ള രീതിയിലേക്ക് വന്നു. ഏറ്റവും ലാസ്റ്റ് അവർ തന്നെ ഡിസൈഡ് ചെയ്തു, നമുക്കൊരു MRI ഒന്നും എടുക്കാൻ പറ്റാത്തൊരു കേസാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ഓപ്പറേഷൻ പോസിബിൾ അല്ല, ട്രീറ്റ്മെന്റ് ഇല്ല, നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ള രീതിയിലേക്ക്. അങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇങ്ങനെ ഞാനിവിടെ ദിവ്യാനി സന്നിധിയിൽ, ഇവിടെ ഉണ്ട് ദിവ്യാനി ചാപ്പൽ, നമ്മുടെ ഇവിടെ അടുത്തൊരു സെന്റ് മേരീസ് ചാപ്പൽ ഫോറം ചർച്ച് ഉണ്ട്. അപ്പൊ അവിടെ ദിവ്യാനി സന്നിധിയിൽ ഞാനിങ്ങനെ പോയിരിക്കും. ഇടയ്ക്ക് എന്റെ വിഷമം പറയാനൊരു കർത്താവേ ഉള്ളൂ. അങ്ങനെ പോയി ഇരുന്ന് ഒരു ദിവസം ഞാൻ പറഞ്ഞു കർത്താവിനോട്, വളരെ നമുക്ക് ദൈവത്തോട് അത്യാവശ്യം ദേഷ്യപ്പെടുന്നതിനൊന്നും തെറ്റില്ലെന്ന് എനിക്ക് പറയാനുള്ളത്. സത്യം പറയാം, കർത്താവായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, നമുക്ക് അത്യാവശ്യം കർത്താവിനോട് കാര്യങ്ങളൊക്കെ പറയാം. കർത്താവെ, നീ ഒരുമാതിരി പണിയാണ് എന്നോട് കാണിച്ചത്, നീ വിചാരിച്ചിട്ട് നീ എന്നെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ കോഴ്സിൽ വന്നത്. അവസാനം കാലയിൽ വലിയൊരു പാണ്ഡവം തന്നിട്ട് എന്നെ പറക്കി തിരിച്ചു വീട്ടിൽ വിടാൻ പോവാണോ എന്നുള്ള രീതിയിൽ ഒരുപാട് വരാതെ ഞാൻ കർത്താവിനോട് തോന്നും. ദൈവം അനുഗ്രഹിച്ച അത്ഭുതം പറയട്ടെ, അതിന്റെ പിറ്റേ ദിവസം പോലും വേദനയില്ല, പൈസയുണ്ട്, വേദനയില്ല. ഇപ്പൊ അതും ബുദ്ധിയാണ് ഇത്രയും കാലം നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോ നിങ്ങൾക്ക് വേറൊരു കാര്യം പറഞ്ഞ, ഇപ്പം ഫസ്റ്റ് ഇയർ എന്നിട്ട് അങ്ങനെ മുമ്പോട്ട് പോയി. എന്റെ കാര്യം ഞാൻ പറയാം, പൈസ കൊണ്ട് പിന്നെ ഒരു അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്, എന്റെ കാര്യം ഞാൻ പറയാൻ കേട്ടോ. അപ്പോ ഫസ്റ്റ് ഇയർ അങ്ങനെ മുമ്പോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്റെ ഈ ഒരു കാലില് ഏകദേശം എല്ലാം കൂടി ഒരു 8-9 സർജറി കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ടും വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാം ഒരു അത്യാവശ്യം കുറച്ചൊക്കെ നിവർന്നു എന്നുള്ളതല്ലാതെ വേറെ വലിയ ഗുണങ്ങളൊന്നും ആ സർജറി കൊണ്ട് ഉണ്ടായിട്ടില്ല. അപ്പോ നടക്കാൻ പറ്റിയിട്ടില്ല അത്. അപ്പോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നേരത്തെ കൊച്ചിലെ ഈ കാലിൽ ഒരു കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഈ കാലിൽ ജന്മന ഒരു എല്ലില്ല. അപ്പൊ അതുകൊണ്ട് അത് കോമ്പൻസേറ്റ് ചെയ്യാനും ബലം കിട്ടാനായിട്ട് ഒരു കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫസ്റ്റ് ഇയർ എക്സാമിന് 2 ആഴ്ച മുമ്പ് സ്റ്റെപ്പ് കയറുന്നതിനിടയ്ക്ക് ആ കമ്പി ഡിസ്ലൊക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വശം ഇറങ്ങി തൊലിയിലേക്ക് കുത്തി കയറി പുറത്തു വന്നു. അപ്പോ അത്യാവശ്യം പെയിനൊക്കെ ഉണ്ട്. അപ്പോ എമർജൻസി ആയിട്ട് ഓടി പിടിച്ച് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. അപ്പൊ എക്സാം എഴുതുന്ന കാര്യം ഏകദേശം തീരുമാനമായി. എന്നാലും ദൈവം അനുഗ്രഹിച്ച് ഞാൻ പഠിത്തമില്ല, പണ്ടും പഠിച്ചിട്ടില്ല. ഇപ്പൊ കമ്പി കുത്തി കയറിയത് അല്ലെങ്കിൽ പണ്ട് നേരെ വലിയ രീതിയിലൊന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ കമ്പി ഈ ഒരു പ്രശ്നം വന്നതോട് ഒട്ടും പഠിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ എന്നാലും ഹോസ്പിറ്റലിൽ കിടന്നിട്ടാണെങ്കിൽ ഇടയ്ക്ക് പോയി എക്സാം എഴുതി. ഫസ്റ്റ് ഇയറിൽ എല്ലാ പേപ്പറും തന്നെ എഴുതി സുന്ദരമായിട്ട് പൊട്ടി. ഓരോ എണ്ണം പോലും ജയിച്ചില്ല. തിരിച്ച് വീട്ടിൽ വന്നു. ഡിസ്ചാർജ് ആയി, ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. അപ്പോഴും പിന്നെ എനിക്ക് തോന്നി ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓരോരോ ദുരിതങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ഒരെണ്ണം കഴിഞ്ഞു, ആസ്മ കഴിഞ്ഞു, അടുത്ത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ വീട്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു 3 മാസം 4 മാസം റെസ്റ്റിന് വീട്ടിൽ വന്നിരുന്നു. അപ്പൊ ഞാൻ പിന്നെ ഇങ്ങനെ പയ്യെ ചിന്തിച്ചു, ഇതിൽ നിന്ന് പയ്യെ എങ്ങനെയെങ്കിലും സ്കൂട്ടായി വേറെ വലിയ ജോലിക്കും പോവാം, അല്ലെ വേറെ എന്തെങ്കിലും കോഴ്സിന് പോവാം, എന്നാലും +2 ലെവലിലുള്ള എന്തെങ്കിലും ജോലിക്ക് നോക്കാം എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് എന്നെ നേരത്തെ ധ്യാനത്തിന് കൗൺസിൽ ചെയ്ത ഒരു സിസ്റ്റർ എന്നെ വിളിച്ചു. എന്നിട്ട് ചുമ്മാ വിളിച്ചതാ. എന്നിട്ട് എന്നോട് ചോദിച്ചു, മോനെ സുഖാണോ? ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിട്ടിരിക്കുകയാണ്. അതിനെന്നെ ഇനിയിപ്പോ ഒരു വർഷം തോറ്റു എന്ന് വെച്ചുകൊണ്ട് ലോകസാനിക്കൊന്നുമില്ലല്ലോ, അപ്പൊ അടുത്ത പരിപാടി നോക്കുക. അങ്ങനെ ഞാൻ റിപ്പീറ്റ് ചെയ്യാനായിട്ട് നമുക്ക്
നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, നമ്മൾ MBBS അന്ന് നമ്മൾ ഒരു ആദ്യത്തെ വർഷം തോറ്റു കഴിഞ്ഞാൽ പിന്നെ 6 മാസം നമ്മൾ ബാക്ക് ആയി പോകും. നമുക്ക് അടുത്ത വർഷത്തേക്ക് കയറാൻ പറ്റത്തില്ല. അപ്പോൾ സപ്ലൈ ആയിട്ട് കുറച്ച് പേര് തോറ്റുപോയ കുറച്ച് പിള്ളേരുണ്ടാവും. അവരുടെ കൂടെ അവർ സപ്ലൈ ചെയ്ത് പിന്നെ ജീവിതകാലം മുഴുവൻ കോഴ്സ് വരെ കഴിയുന്നവരെ നമ്മൾ 6 മാസം ബാക്കാണ്. അപ്പൊ അങ്ങനെ റിപ്പീറ്റ് ചെയ്യാനായിട്ട് അടുത്ത വർഷം റിപ്പീറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഞാൻ പോയി. ആ പരീക്ഷ എഴുതാൻ പോയ സമയത്ത് ഒരു ഇൻഫെക്ഷൻ, ഈ ഒരു സർജറി ചെയ്തുകൊണ്ട് ഒരു ഇൻഫെക്ഷൻ വന്ന് ആ എക്സാം എഴുതാൻ പറ്റിയില്ല. ആ ഒരു 6 മാസവും പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ അടുത്ത ബാച്ചിന്റെ കൂടെ ഞാൻ 2012 ബാച്ചായിരുന്നു MBBS കോട്ടയം മെഡിക്കൽ കോളേജ് 2012 ബാച്ച് MBBS ആയിരുന്നു. 2013 ബാച്ചിന്റെ കൂടെയാണ് ഞാൻ ഫസ്റ്റ് ഇയർ എക്സാം എഴുതുന്നത് ഫൈനൽ അടുത്ത തവണ. അപ്പൊ അന്ന് എന്റെ സാറന്മാരൊക്കെ പറഞ്ഞു എനിക്ക് പഠിക്കാൻ വെച്ച ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട്, പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പം എന്നോട് പറഞ്ഞു ഒരു സമയത്ത് ഒരു പേപ്പർ വെച്ച് എഴുതിയാൽ മതി. ഫസ്റ്റ് ഇയർ നമുക്ക് 3 പേപ്പറാണ് വരിക. അപ്പൊ ഒരു സമയത്ത് ഒരു പേപ്പർ വെച്ച് എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് 1.5 വർഷം അങ്ങനെ പോകും. ഒരു പരീക്ഷ കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ട് അടുത്ത പരീക്ഷയുള്ളൂ. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഇത് ഒരുമാതിരി പണിയാണ്, ഞാൻ ഈ കോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അപ്പൂപ്പനാവും, അപ്പോ അത് പറ്റത്തില്ല, എല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ എഴുതും, എന്നെ ജയിപ്പിച്ചോളെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. 1 മാസം എനിക്ക് സമയം കിട്ടിയുള്ളൂ. എന്റെ ഓപ്പറേഷൻ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ടുള്ളൂ ഈ സമയം കിട്ടിയുള്ളൂ. 2 വർഷം കൊണ്ട് പഠിച്ചിട്ട് ജയിക്കാൻ പറ്റാത്ത പരീക്ഷ 1 മാസം കൊണ്ട് പഠിച്ച് 3 പേപ്പർ ഒരുമിച്ച് ഞാൻ എഴുതിയെടുത്തു. ഹല്ലേലൂയ. അപ്പൊ ഇത് എഴുതിയെടുത്തെന്ന് പറയുന്നത് ഒരിക്കലും എന്റെ മിടുക്കല്ല കേട്ടോ. അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്, നമ്മുടെ മിടുക്കല്ല. കർത്താവ് എഴുതിയെടുത്ത് ജയിപ്പിച്ചു. ഇനിയാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു വചനം, കർത്താവ് പറയുന്ന പോലെ താൻ സ്നേഹിക്കുന്നവർക്കല്ല, തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കെല്ലാം ദൈവം സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. എനിക്ക് ഒരു കുരിശ് തന്നു ദൈവം, ഒരു 2-2.5 കിലോ ബ്ലഡ് നിറഞ്ഞ ഒരു സഞ്ചി പോലൊരു സാധനം എനിക്ക് തന്നു. എനിക്ക് നേരത്തെ ഒരുപാട് നേരം മുട്ടി നിൽക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. ഒരു 1.5 മണിക്കൂർ മാക്സിമം 1 മണിക്കൂർ കഴിയുമ്പോൾ എനിക്ക് ഇരിക്കണം. അപ്പൊ കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ ഈ മുട്ടിന്റെ അസ്ഥി നേരെ ചെന്ന് തറയിലേക്കാണ് കുത്തിക്കൊണ്ടിരുന്നത്. ഒരു തൊലി മാത്രമേ എന്റെ മുകളിലുണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമുക്ക് പെയിൻ എടുക്കും. അപ്പോ കർത്താവ് ഈ പൈസ തന്നു. കുറച്ചു നാൾ പെയിൻ ഉണ്ടായി. പിന്നെ ദൈവം പ്രാർത്ഥിച്ചൊക്കെ പെയിൻ മാറ്റി തന്നതോടുകൂടി ഇതൊരു കുഷി പോലെ പറഞ്ഞാൽ ഒരു തലോണ നമുക്ക് കെട്ടിവെച്ചൊരു ഫീല് വരും. ആ ഒരു തലോണ പോലത്തെ സാധനം വെച്ചിട്ടാണ് ഈ സെക്കൻഡ് ഇയർ മുതൽ ഫൈനൽ ഇയർ വരെ ഈ കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന അണ്ടഗ്രാഹം മുഴുവൻ ഞാൻ ഓടി നടന്നു. ഹല്ലേലൂയ. അപ്പൊ ദൈവം അതെനിക്ക് ഭാവിയിൽ ഒരു നല്ലൊരു അനുഗ്രഹമാക്കി മാറ്റി തരുകയാണ്. നിങ്ങൾക്ക് വീൽ ചെയർ, അപ്പൊ നിങ്ങൾ ചോദിക്കും വീൽ ചെയർ ഇല്ലായിരുന്നു. നമുക്ക് എല്ലായിടത്തും വീൽ ചെയർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മള് ചില സമയത്ത് അവിടെ ലിഫ്റ്റ് വർക്കിംഗ് ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ ലിഫ്റ്റിൽ ആളുണ്ടാവും. നമുക്കൊരു ക്ലാസ്, ഇപ്പൊ നമ്മളിപ്പോ നിങ്ങളുടെ കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ പോയിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാം, പല ബ്ലോക്കുകളായിട്ടാണ് പല ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു സർജറി ഡിപ്പാർട്ട്മെന്റിൽ ഒരു ക്ലാസ് കഴിഞ്ഞ് നമുക്ക് മെഡിസിനിൽ ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ദൂരം പോകാം. അപ്പൊ നമുക്ക് വീൽ ചെയർ ചിലപ്പോൾ അവിടെ നിർത്തി നമ്മൾ റോഡ് ക്രോസ് ചെയ്തൊക്കെ പോകേണ്ടി വരും. ഇപ്പൊ വീൽ ചെയർ ഒന്നും ഉണ്ടാവില്ല. പലപ്പോഴും ചിലപ്പോൾ 2-3 നിലയൊക്കെ കയറേണ്ടി വരും. പലപ്പോഴും ഞാൻ ലിഫ്റ്റ് ഒന്നും കിട്ടിയില്ലെങ്കിൽ വീൽ ചെയർ നമുക്ക് മണക്കുന്ന ടൈപ്പ് ഒരു വീൽ ചെയർ ആയി വേണ്ടി അതൊക്കെ തോളിലേറ്റ് ഞാൻ വീൽ ചെയറിനെ ചുമന്നുകൊണ്ട് സ്റ്റെപ്പ് കയറുന്ന പരിപാടിയൊക്കെ ആയിരുന്നു പണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നടന്നിട്ടാണ്. അപ്പൊ ദൈവം അങ്ങനെയൊക്കെ നടക്കാനായിട്ട് എനിക്കൊരു കുഷൻ എന്റെ കാലിൽ ഫിറ്റ് ചെയ്ത് തരുവായിരുന്നു എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അനുഗ്രഹമായിക്കോട്ടെ. ലാസ്റ്റ് ഇപ്പൊ പൈസ അങ്ങനെ സെക്കൻഡ് ഇയർ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇയർ ഫൈനൽ ഇയർ വലിയ കുഴപ്പമില്ലാണ്ട് പോയി. കഴിഞ്ഞിട്ട് അതിന്റെ എക്സാം നടന്നു. സെക്കൻഡ് ഇയർ ആയപ്പോഴേക്ക് അത്യാവശ്യമൊക്കെ പഠിച്ചു തുടങ്ങി കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് വിവരമൊക്കെ വെച്ചു പഠിച്ചു തുടങ്ങി. സെക്കൻഡ് ഇയറിന്റെ എക്സാം എഴുതി 4 പേപ്പറാണ്. 2 പൊട്ടി, 2 ജയിച്ചു റിസൾട്ട് വന്നപ്പോൾ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുമെന്ന് ആഗ്രഹിച്ചിരുന്ന 2 പേപ്പറാണ് അറിഞ്ഞ കൂട്ടിപ്പോയത്. അപ്പോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കർത്താവിനോട് വീണ്ടും ഇങ്ങനെ ഒരു ആരാധന ചാപ്പലിൽ പോയിരുന്നിട്ട് കുറെ പരാതി തോന്നി. ഇത് ഒരുമാതിരി പരിപാടിയായി പോയി കർത്താവ്, ഇത് ഇങ്ങനെയൊക്കെ ആരോടെങ്കിലും ചെയ്യാവോ, ശത്രുക്കളോട് പോലും ഇങ്ങനൊന്നും ചെയ്യരുത്, ഒന്നുമില്ല ഇത് മുട്ടുമുത്ത് നടന്ന ആ ചരിത്രം മാത്രം നോക്കിയാൽ മതി ഇത് എന്നെ ജയിപ്പിച്ചു വിടാൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരുപാട് പരാതി പറഞ്ഞു. 33 പിള്ളേരല്ല അങ്ങനെ കൂടി ടോട്ടലി പേപ്പർ പോയത്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചു തീർന്നതിന്റെ കള്ളം പറയുന്നതല്ല, പ്രാർത്ഥിച്ചു തീർന്നതിന്റെ പിറ്റേ ദിവസം റാങ്ക് ലിസ്റ്റ് പിൻവലിച്ചു. 2 ദിവസത്തിന് ശേഷം പുതിയ റാങ്ക് ലിസ്റ്റ് വന്നു. മനോജ് കുര്യൻ എന്ന് പറയുന്ന ചെറുക്കൻ മാത്രം ജയിച്ചു, ബാക്കിയുള്ളവരുടെ റിസൾട്ട് അതുപോലെ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ദൈവം
നമ്മള് എന്താ പറയാ, ദൈവത്തിൽ ആശ്രയിച്ച അല്ലെങ്കിൽ ദൈവത്തിന്റെ കൂടെ നിന്ന് കഴിഞ്ഞ് നമ്മളുടെ ആ കണ്ണീര് ദൈവം ഒരിക്കലും വേറെ വേണ്ടാന്ന് വെച്ച് പോകത്തില്ല. അങ്ങനെ സെക്കൻഡ് ഇയർ കഴിഞ്ഞു. സെക്കൻഡ് ഇയർ ചെയ്ത് ദൈവം അനുഗ്രഹിച്ച് ജയിച്ചു. എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തേർഡ് ഇയറിൽ കയറി. തേർഡ് ഇയറിൽ കയറിയപ്പോഴാണ് നമ്മൾ പ്രധാനമായിട്ട് ക്ലിനിക്കലായിട്ട് പേഷ്യൻസുമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പേഷ്യൻറ്റിനെ നോക്കുക, പേഷ്യൻറ്റിനെ ചികിത്സിച്ച് തുടങ്ങുക എന്ന് പറയുന്ന പരിപാടിയൊക്കെ തേർഡ് ഇയർ മുതലാണ് വരിക. തേർഡ് ഇയർ കയറി. അപ്പോഴാണ് ഇപ്പം നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, നമ്മളെ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകർക്കും നമ്മൾ ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു വികലാംഗനായിട്ടുള്ള ഒരാള് ഡോക്ടറായിട്ട് വരുമ്പോൾ അത് അവരുടെ കുറ്റമല്ല കേട്ടോ. ഡോക്ടറായിട്ട് വരുമ്പോൾ അവരെ ഉൾക്കൊള്ളാനായിട്ട് പറ്റത്തില്ല. ഈ കൊച്ച് പഠിച്ചൊരു ഡോക്ടറായി കഴിഞ്ഞാൽ ഈ കൊച്ച് എങ്ങനെ ചികിത്സിക്കും, ഈ കൊച്ച് സമൂഹത്തിനൊരു ഭാരമാവത്തില്ലേ, അല്ലെങ്കിൽ ഈ കൊച്ച് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കും, ഈ കൊച്ചിന്റെ ചികിത്സാ കഴിവുകൊണ്ട് അല്ലെങ്കിൽ കഴിവുകളുകൊണ്ട് ആരെങ്കിലും ഒക്കെ ഡെത്തായി പോകാം, അങ്ങനെ ഒരു ചിന്ത വരുമ്പോഴത്തേക്കും നമ്മുടെ ഗുരുസ്ഥാനത്തുള്ള പലരും നമ്മൾ ഡിസ്കറേജ് ചെയ്യും. അങ്ങനെയുള്ള ഡിസ്കറേജുകളൊക്കെ തുടങ്ങിയത് തേർഡ് ഇയർ മുതലാണ്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, നീ കോഴ്സ് പറ്റത്തില്ല, നീ ഇത് വിട്ടിട്ട് പോകും, അല്ലെങ്കിൽ ഈ കോഴ്സ് ഉപേക്ഷിച്ച് വേറെ എന്തെങ്കിലും കോഴ്സിലേക്ക് നോക്ക്, ഇതൊന്നും എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഒരുപാട് ഡിസ്കറേജുകൾ കിട്ടും. ഒരുപാട് ഡിസ്കറേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോളേജിലൊക്കെ പഠിക്കുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും നമ്മൾ എത്രത്തോളം മാറ്റി നിർത്താവോ അത്രയും മാറ്റി നിർത്തുന്ന ആളുകളുണ്ടായി. അതനുസരിച്ച് അങ്ങനെ എല്ലാവരും അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ഒരുപാട് പേര് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ചിലര് മാത്രം നമ്മളെ പുറകുറ്റപ്പെടുത്തുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പോഴും ഒരുപാട് വിഷമിച്ചു, പ്രയാസപ്പെട്ടു. അങ്ങനെ സത്യം പറഞ്ഞാൽ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയ സംഭവം ഉണ്ടായിരുന്നു. ക്ലാസ്സിൽ ചെന്നിരുന്നാൽ ചിലപ്പോൾ മനസ്സമാധാനം ഉണ്ടാവത്തില്ല, നമുക്ക് ഇന്റർണൽ മാർക്ക് കിട്ടാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വന്നപ്പോൾ സത്യം പറഞ്ഞ ഒരു 3 മാസം ഞാൻ ഫൈനൽ ഇയർ ഒക്കെ ആയപ്പോഴത്തേക്ക് ഒരു 3 മാസം ഞാൻ ലീവ് എടുത്ത് കുറച്ച് സമാധാനം കിട്ടാനായിട്ടെന്നുള്ള രീതിയിൽ വീട്ടിൽ പോയിരുന്നു ഒരു 3 മാസം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ധ്യാനത്തിന് പോകുന്നത് വീണ്ടും. അപ്പം എല്ലാ ധ്യാനം എന്ന് പറയുന്ന ഒരു റീചാർജ് പോലെയാണ്. ഫസ്റ്റ് ഡേ ഒന്നും റീചാർജ് ഉണ്ടാവില്ല, പക്ഷെ എവിടെയെങ്കിലും നമുക്കൊരു കണക്ഷൻ കിട്ടും. ആ ധ്യാനത്തിൽ ഒരു 3-4 ദിവസത്തിനുള്ളിൽ എവിടെയെങ്കിലും ഒരു അരമണിക്കൂറായിരിക്കും ചിലപ്പോൾ നമ്മളൊന്ന് ചാർജ് ആവും. ആ ചാർജ് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ 2-3 വർഷം ഓടിക്കാം. ആ രീതിയിലാണ്. അപ്പോൾ അങ്ങനെ അതിനിടയ്ക്ക് ഒരു ധ്യാനത്തിന് പോയി. ധ്യാനം കൂടുതലിനിടയ്ക്ക് വീണ്ടും കൗൺസിലിങ്ങിന് ഒരു ഫാദറായിരുന്നു, ഒരു അച്ഛനായിരുന്നു എന്നെ കൗൺസിൽ ചെയ്ത്. കൗൺസിലിന് അച്ഛൻ പറഞ്ഞു, മോനെ ദൈവം നിന്നെ ഡോക്ടർ ആവാനായിട്ടല്ലേ വിളിച്ചത്, നീ എന്തിനാ വീട്ടിൽ പോയിരിക്കുന്നത്, തിരിച്ചു വരാൻ പറഞ്ഞു. പിറ്റേ ദിവസം ആ ധ്യാനം പൂർത്തിയായി കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം അവർ വീണ്ടും ക്ലാസ്സിന് പോയി തുടങ്ങി. അന്ന് മുതൽ കർത്താവിനെ പഠിപ്പിച്ചു, ആവശ്യമുള്ള ഇല്ലാത്ത കാര്യങ്ങൾ ഒരു ചെവികളെ കേട്ട് മറ്റേ ചെവികളെ വിട്ടില്ല, അല്ലാതെ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ വിഷമിക്കാനോ പാടില്ല. അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്ത മുതൽ നമ്മളെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരുന്ന ആൾക്കാരൊക്കെ പിന്നെ പറഞ്ഞു തുടങ്ങി, പാസ്സാകത്തില്ല, പഠിക്കാൻ പറ്റത്തില്ല, ഫൈനൽ ഇയർ എക്സാം ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഓരോ ദിവസവും ഓരോ തവണ ഓരോ പേപ്പർ എഴുതിയെങ്ങാനും പാസ്സായാലേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. ആദ്യം എനിക്ക് ശരിയായി തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം 4 പേപ്പർ ഫൈനൽ ഇയർ എക്സാം MBBS പാസ്സാകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. 4 പേപ്പർ. അപ്പൊ ഞാൻ ചിന്തിച്ചു തുടങ്ങി ഓരോ പേപ്പറും ഓരോ തവണയായിട്ട് എഴുതിയെടുക്കാം. കാരണം എനിക്ക് പ്രാക്ടിക്കൽ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെയ്യുമല്ല, പക്ഷെ സമയം വേണം. 1 മണിക്കൂറിനുള്ളിൽ ഒരു പേഷ്യന്റ് ഫുൾ എക്സാമിൻ ചെയ്യാന്ന് പറയുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായ സമയമാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനപ്പോൾ ചിന്തിച്ചു തുടങ്ങി, എല്ലാ എക്സാം ഒരു 2 വർഷം എടുക്കും, പക്ഷെ ഓരോ പേപ്പറും വെച്ച് 6 മാസം ഇടവിട്ട് ഓരോ തവണ എഴുതി എടുക്കാന്നുള്ള ചിന്തയായി. എന്നാൽ എൻ്റെ എക്സാമിന് അപ്ലൈ ചെയ്യുന്നതിന് ഒരു 1 ആഴ്ച മുമ്പ് ഇങ്ങനെ ആപ്ലിക്കേഷൻ വന്നു. ഞാൻ എന്താണെന്നറിയില്ല, കർത്താവ് തോന്നിച്ചു എല്ലാം കൂടെ ഇങ്ങനെ ടിക്കറ്റ് കൊടുക്കാൻ പോകും. എല്ലാ പേപ്പറും ടിക്കറ്റും പരീക്ഷ വന്നു. ദൈവാനുഗ്രഹിച്ച് 68% ഫസ്റ്റ് ക്ലാസ്സോടുകൂടി ഫൈനൽ ഇയർ എക്സാം എല്ലാം ഒറ്റ തവണ കൊണ്ട് തന്നെ എഴുതി പാസ്സായി. ഹല്ലേലൂയ. അപ്പോ പ്രൈസ് ദി. അപ്പോ അങ്ങനെ എക്സാം ഒക്കെ പാസ്സായി. ഹൗസ് സർജൻസി കഴിഞ്ഞ്, ഹൗസ് സർജൻസി എന്ന് പറഞ്ഞ സാധനം നമ്മളൊരു ഗവൺമെന്റ് കോളേജിൽ പഠിക്കുമ്പോൾ നമ്മൾ 1 വർഷം കോൺട്രാക്ട് ആയിട്ട് ഗവൺമെന്റിൽ ജോലി ചെയ്ത് കൊടുക്കണം. അങ്ങനെ ജോലി ചെയ്ത് ഹൗസ് സർജൻസി ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ആദ്യത്തെ 1 വർഷം ഞാൻ ഗവൺമെന്റിൽ തന്നെ കോൺട്രാക്റ്റിൽ തന്നെ ഒരിടത്ത് വർക്ക് ചെയ്തു. കോൺട്രാക്റ്റിൽ ഒരു ഹോസ്പിറ്റൽ വർക്ക് ചെയ്തു. അതിന് വലിയ സാലറി ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് കോൺട്രാക്ട് പീരീഡ് തീർന്നപ്പോൾ എന്നെ ഒരു ചിന്ത ഇതായിരുന്നു, ആ കോൺട്രാക്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കയറാം, പ്രൈവറ്റ് ആയിട്ടുള്ള എവിടെയെങ്കിലും കയറാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു.
അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു ഞങ്ങൾ നേരത്തെ തന്നെ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങളുടെ പണ്ട് ചെറിയൊരു വീടായിരുന്നു. അപ്പൊ എൻ്റെ ഫാദർ എൻ്റെ വീടൊന്ന് പുതുക്കി പണിയാൻ എന്നുള്ള രീതിയിൽ നോക്കി. പണി ഫുള്ളായില്ല, കടമൊക്കെ മേടിക്കേണ്ടി വന്നു, ബാങ്ക് കുറച്ച് ലോണൊക്കെ എടുക്കേണ്ടി വന്നു. അതൊക്കെ കടമായിട്ട് കയറി ഒരു ലാസ്റ്റ് ആ വീട് വിൽക്കേണ്ടി വന്നു. അപ്പോൾ ഞാനൊരു മെഡിസിൻ കയറുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ വീടൊക്കെ വിറ്റ് ഞാൻ വാടക വീട്ടിൽ നിന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. വാടക വീട്ടിലാണ് നിന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാനൊരു നാട്ടിൽ നിന്ന് ഞാൻ തന്നെ ഇങ്ങോട്ട് മാറി വന്ന് ഇവിടെ ഒരു റൂം എടുത്ത് അവിടെ നിന്നാണ് ഞാൻ കോളേജിൽ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ഈ കോൺട്രാക്ട് ജോലി ചെയ്ത് തുടങ്ങിയപ്പോൾ കോൺട്രാക്ട് തീരുമ്പോഴും ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് പ്രൈവറ്റിൽ എവിടെയെങ്കിലും കയറാമല്ലോ, കഴിഞ്ഞിട്ട് ഇഷ്ടംപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ കോൺട്രാക്ട് നമ്മൾ ജോലി ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് പിന്നെ മനസ്സിലായത് ഈ വികലാംഗരായിട്ടുള്ള ഡോക്ടർമാരൊന്നും പ്രൈവറ്റുകാർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഒരുപാട് അടുത്ത് പോയി ഇന്റർവ്യൂ ഒക്കെ നടത്തി വിളിക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ എവിടുന്നും ഒരു വിളി വരുന്നില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് എല്ലാരും പറഞ്ഞു, എൻ്റെ പരിചയമുള്ളവരൊക്കെ പറഞ്ഞു ഞാൻ ഈ മെഡിസിന് പോകണമെന്ന് താല്പര്യപ്പെട്ടത് ഇഷ്ടമല്ലാതെ ഇരുന്ന കുറെ പേരൊക്കെ പറഞ്ഞു, കണ്ടില്ലേ അവരോട് നേരത്തെ പറഞ്ഞതാണ്, ഇപ്പൊ കണ്ടില്ലേ ചൊറി കുത്തിയിരിക്കുന്നത് എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നു. എനിക്ക് തോന്നി ദൈവമേ വേറെ വലിയ പരിപാടിക്ക് പോയായിരുന്നു മതിയായിരുന്നു. നമ്മളുടെ ഒരു ദൈവത്തിന്റെ ഒരു സ്വഭാവം എന്നാണെന്നറിയാമോ, നമ്മൾ പലപ്പോഴും ഓക്കെ ഒരു മൊമെന്റിൽ നമ്മൾ പറയും ഓക്കെ കർത്താവേ നിന്റെ കൈ പിടിച്ചിട്ട് ഈ ചേർന്ന് ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ് നമ്മൾ കൈ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇടയ്ക്ക് വിളിച്ച് ഓടാൻ നോക്കിയാൽ കർത്താവ് സമ്മതിക്കില്ല. കർത്താവ് ആ പിടിച്ചോണ്ടേ പോകത്തുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ദൈവത്തിന്റെ നേച്ചർ. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്, ദൈവമേ ഈ പരിപാടിക്ക് പോകണമായിരുന്നു. പക്ഷെ ദൈവം എപ്പോഴും പറയും ഈ പരിപാടിക്ക് തന്നെയാണ് മോനെ നീ പോകേണ്ടത്, വിടത്തില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പ്രൈവറ്റില് ഒക്കെ നോക്കി കിട്ടുന്നില്ല. അപ്പൊ ഞാനൊരു ചെറിയ ക്ലിനിക്ക് കിട്ടും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന ഗവൺമെന്റ് ഒരു എക്സാം ESI ഒരു ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിൽ ഒരു എക്സാം എഴുതുന്നത്. ദൈവാനുഗ്രഹിച്ച് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു എക്സാമാണ്. ആദ്യത്തെ തവണ തന്നെ നല്ല മാർക്കോടുകൂടി പാസ്സായി. ജോലിയിൽ നിന്ന് ഇറങ്ങി ഒരു വർഷത്തിനുള്ളിൽ തന്നെ പഠിച്ചിറങ്ങി ഒരു വർഷത്തിനുള്ളിൽ തന്നെ ദൈവാനുഗ്രഹിച്ച് ഗസറ്റ് റാങ്കിലുള്ള ഒരു ഓഫീസറായിട്ട് ജോലി ചെയ്യാനായിട്ട് ദൈവാനുഗ്രഹിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോ ഞാൻ പറയാനായിട്ട് ഇത് വലിയൊരു കഥയോ ഒരു കാര്യമൊന്നുമല്ല. നമ്മളിപ്പോ നോക്കുമ്പോൾ രണ്ടു കാലമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഒരു മെഡിസിൻ സീറ്റ് കിട്ടുന്നു, അല്ലെ ഒരു ഡോക്ടറായിട്ട് ജോലി കിട്ടുന്നു, ഗസ്റ്റ് റാങ്കിൽ കയറുന്നു ഒന്നും വലിയ സംഭവമൊന്നുമല്ല. പക്ഷെ ഒരു ജനിച്ചു കഴിഞ്ഞപ്പോൾ ഒരു 3 മാസം 4 മാസം ജീവിക്കത്തുള്ളൂ, അല്ലെ മാക്സിമം പോയ 6 മാസം ജീവിക്കത്തുള്ളൂ, മുട്ടുകുത്തി നടക്കത്തുള്ളൂ, കിടക്കുള്ളൂ എന്നൊക്കെ മെഡിക്കൽ സയൻസ് തന്നെ പറഞ്ഞ ഒരാള് ഏറ്റവും ലാസ്റ്റ് മെഡിക്കൽ സയൻസിൽ തന്നെ കയറി ജോലി നോക്കുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ വലിയൊരു അത്ഭുതകരമായിട്ടുള്ള പ്രവൃത്തി തന്നെയാണ്, വേറെ ഒന്നുമില്ല. അപ്പോ എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്കങ്ങനെ വലിയ താത്വികമായിട്ട് പറയാനോ ഫിലോസഫിക്കലായിട്ട് പറയാനൊന്നും അറിയത്തില്ല. ഒരു കൊച്ചു കാര്യം എനിക്ക് പറയാനുള്ളൂ, നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം, ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തല്ല നിന്റെ കൂടെ ഉണ്ടായിരിക്കും. അതാണ് നമ്മളോട് ദൈവത്തിന് പറയാനുള്ളത്. നമ്മുടെ നല്ലവനാകാം, ചീത്തവനാകാം, നമുക്ക് ഒരുപാട് കുറവുകളുണ്ടാവാം, കുഴപ്പങ്ങളുണ്ടാവാം, വിഷമങ്ങളുണ്ടാവാം, വേദനകളുണ്ടാവാം. ആരും പെർഫെക്റ്റ് അല്ല, ആർക്കും പെർഫെക്റ്റ് അല്ല. ഒരാൾക്കും പെർഫെക്റ്റ് ആവാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ദൈവത്തിന്റെ കരുണയിലാണ് എല്ലാവരും ആശ്രയിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ നമുക്ക് പാപങ്ങളുണ്ടാവാം, കുറവുകളുണ്ടാവാം, നമ്മൾ ചില തലക്കോഷങ്ങളിൽപ്പെട്ടവരാവാം, ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവാം. പക്ഷെ ഒന്ന് കാര്യം ദൈവത്തിന് നമ്മളോട് പറയാനുള്ളൂ, നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തല്ല നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഒരു തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ, ഒരു വിഷമം വന്നു കഴിയുമ്പോൾ നമ്മളെ ഉപേക്ഷിച്ച് പോകുന്ന ആളല്ല ദൈവം. ദൈവം നമ്മുടെ കൂടെ നിൽക്കുന്നവനാണ്. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അവൻ എൻ്റെ ചെറുക്കനല്ലേ, അല്ലെ എൻ്റെ കൊച്ചനല്ലേ വിചാരിച്ചുകൊണ്ട് പോട്ടെ എന്ന് നിൽക്കുന്ന ആളാണ് നമ്മുടെ ദൈവം. അപ്പൊ ആ ഒരു സെന്റൻസ്, ആ ഒരു വചനമാണ് ദൈവം എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. നമുക്ക് എല്ലാവർക്കും എണീറ്റ് നിന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ട് ഈ സെക്ഷൻ അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും എണീക്കാവോ? കർത്താവായ ഈശോയെ, അങ്ങ് ഞങ്ങളെ അങ്ങയുടെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു എന്ന ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഞങ്ങൾ വായിക്കുന്നു.
അങ്ങയുടെ സ്വാതന്ത്ര്യത്തിന് അനുയോജ്യമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളെല്ലാവരുടെയും മേത്തുണ്ട്. ഞങ്ങളുടെ ശരീരത്തിൽ, ഞങ്ങളുടെ സ്വഭാവത്തിൽ, ഞങ്ങളുടെ വ്യക്തിത്വത്തിലൊക്കെ അങ്ങയുടെ സ്വാതന്ത്ര്യത്തിന് അനുരൂപമല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ആരും പെർഫെക്റ്റ് അല്ല എന്നുള്ള സത്യം ഞങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഞങ്ങളുടെ ബലഹീനതകളെ, ഞങ്ങളുടെ കുറവുകളെ, ഞങ്ങളുടെ തകോഷങ്ങളെ നോക്കി കുറ്റപ്പെടുത്തുന്ന ഒരു കർത്താവല്ല. ഞങ്ങളുടെ നന്മകളെ കാണാനും അത് പ്രോത്സാഹിപ്പിക്കാനും അതുപോലെ തന്നെ ഞങ്ങളുടെ തിന്മകൾ, ഞങ്ങളുടെ കുറവുകളെ സാരമില്ല എന്ന് പറഞ്ഞ് കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവായിട്ടാണ് അങ്ങ് സുവിശേഷത്തിൽ അവതരിക്കുക. ആകയാൽ കർത്താവെ, അങ്ങ് എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് ഒരു നിമിഷം പോലും, ജീവിതത്തിൽ ഒരു നിമിഷം പോലും നിരാശപ്പെട്ടു പോവാതെ എത്ര വലിയ കയത്തിലും അപകടത്തിലും പെട്ടാലും തിരിച്ചു വരവ് അങ്ങയുടെ കൂടെ എനിക്ക് സാധ്യമാണെന്നുള്ള ചിന്ത ഞങ്ങളുടെ എല്ലാവരും ഉണ്ടാവണമേ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സുഖസ്നേഹ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വേണമേ, അങ്ങയുടെ തിരുമനസ്സ് സുഖത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ അമ്മ, പരിശുദ്ധ അമ്മ, കർത്താവിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ അമ്മയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അല്ലെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് കർത്താവിനെ സ്നേഹിക്കാൻ പറ്റത്തില്ല. നമുക്കൊരു കൂട്ടുകാരനുണ്ട്, നമുക്കൊരു കൂട്ടുകാരിയുണ്ട്. ആ കൂട്ടുകാരൻ എനിക്കിഷ്ടമാണ്, പക്ഷെ കൂട്ടുകാരൻ്റെ അമ്മേനെ എനിക്ക് കാണാൻ പാടില്ല എന്ന് പറയുന്നതിൽ ഒരു ലോജിക്കുമില്ല. കർത്താവിനെ സ്നേഹിക്കുന്നവൻ കർത്താവിൻ്റെ അമ്മയെ ചേർത്ത് പിടിക്കേണ്ടിയിരിക്കുന്നു. നന്മ നിറഞ്ഞ മതമേ, സുസ്ഥി കർത്താവ് അങ്ങയുടെ സ്ത്രീകളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, ഞങ്ങളുടെ എഴുത്തുകാരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിങ്ങളെല്ലാവരെയും ഞാൻ എൻ്റെ എളിയ പ്രാർത്ഥനയിൽ ഞാൻ ഓർക്കുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ഇളയവനായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം ധ്യാനത്തിൽ നിങ്ങളെ കൂടെ ഒരു അരമണിക്കൂർ ഇരുന്നെങ്കിൽ ഒരു വചനം പങ്കുവയ്ക്കാൻ, ഒരു സാക്ഷ്യം പങ്കുവയ്ക്കാനായിട്ട് അവസരം തന്ന കാര്യത്തിൻ്റെ എല്ലാ ടീമിനെയും, പ്രത്യേകിച്ച് ബിജുരച്ചനെ നന്ദിയോടെ ഓർക്കുകയാണ്. അച്ഛൻ എന്നോട് പറഞ്ഞത് 1 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെയാണ്, പക്ഷെ ഇതെങ്ങനെ നീട്ടിക്കൊണ്ടുപോയാൽ ഇപ്പോഴേ നിൽക്കത്തുള്ളൂ. അപ്പോൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. കുത്താട്ടുകുളത്തുനിന്ന് വണ്ടി ഓടിച്ച് വന്നതാണ് കേട്ടോ. ജോലി കഴിഞ്ഞ് കുത്താട്ടുകുളത്തുനിന്ന് അവിടെ നിന്ന് വണ്ടി ഓടിച്ച് വന്നതാണ് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട്. നിങ്ങൾക്കറിയാമേ, ഈ അവസ്ഥയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അത് മാനുഷികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എന്നാലും ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു, ഒരു കുഴപ്പമില്ല അച്ഛാ, ഞാൻ വന്നേക്കാം. അത് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. അതും ഈ രാത്രിയുടെ സമയങ്ങളിൽ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് രാവിലെ ഞാൻ ചോദിച്ചു, 8 മണിക്ക് ഡ്യൂട്ടിക്ക് കയറണം, 4 മണി വരെ ഡ്യൂട്ടിയാണ്. വീട്ടിൽ നിന്ന് എപ്പോൾ ഇറങ്ങിയാലാ കാഞ്ഞിരപ്പള്ളി എത്തണമെങ്കിൽ കൂത്താട്ടുകുളത്ത് നിന്ന് കാഞ്ഞിരപ്പള്ളി വരെ യാത്ര ചെയ്യണം. 60 കിലോമീറ്റർ ഒരു ദിവസം വണ്ടി ഓടിക്കണം. അങ്ങനെയൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ സമ്മതിച്ചതിന് പ്രത്യേകം ദൈവത്തിനും ഡോക്ടറിനും നന്ദി പറയുന്നു. തീർച്ചയായിട്ടും ഡോക്ടറിന്റെ ഒരു ഷെയറിങ് ഇവരുടെ ഹൃദയത്തിലേക്ക് അത് കയറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. കാരണം ഞങ്ങൾ എത്ര പറഞ്ഞാലും ഇവര് കേൾക്കില്ല, പക്ഷെ ഡോക്ടർ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പെട്ടെന്ന് കേൾക്കുമെന്ന് എനിക്ക് തോന്നി. കാരണം ഡോക്ടർ പറഞ്ഞപ്പോ എനിക്കാണെങ്കിൽ അഭിനപ്പോൾ ഡോക്ടർ പറഞ്ഞ ചില കാര്യങ്ങൾ എന്റെ ഹൃദയത്തെയും എന്റെ മനസ്സിനെയും വല്ലാതെ സ്പർശിച്ചു. കാരണം ഒത്തിരി ഈ പ്രായത്തിലുള്ള യുവജനങ്ങളെയൊക്കെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത് കൊണ്ടും ചെറിയൊരു പ്രശ്നത്തിന്റെ മീതെ ജീവിതം മുഴുവനും തകർന്നു പോയിട്ടുള്ള ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. ഇത്രയും വലിയ പ്രശ്നത്തിന്റെ നടുവിലും ജീവിതത്തിൽ വിജയിച്ച് കാണിക്കാൻ ഡോക്ടർ എടുത്ത ആ ഒരു കരുത്ത്, അതും ഈശോയോട് ചേർന്നെടുത്തൊരു കരുത്ത്, ഈശോ നൽകിയൊരു കരുത്താണ് ജീവിതത്തിൽ വിജയിച്ച് കാണിക്കാൻ. അതിന് തീർച്ചയായിട്ടും ഡോക്ടറോട് ചേർന്ന് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുകയാണ്. മുന്നോട്ടും ഡോക്ടറിന്റെ എല്ലാ സംരംഭങ്ങളിലും ജോലി മേഖലകളിലൊക്കെ അവരാൻ ഉയർത്തട്ടെ എന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കും, അല്ലേ? നമ്മളെല്ലാം പ്രാർത്ഥിക്കല്ലേ? ഒരുമിച്ചൊരു ഒരു 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 നന്മ എന്ന് പറയുമേ ഡോക്ടറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമായ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാന്റെ ദേശം. താങ്ക് യു.